സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ സമൂഹത്തിലെ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും റോസ്റ്റിംഗ് വീഡിയോ ആണ്. ആരെയാണ് റോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഒരു കാര്യം പറയാനായിട്ടാണ്. ഞാനിന്ന് ബിഗ് ബോസിലെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കാണാനിടയുണ്ടായി. യൂട്യൂബിലാണ് കണ്ടത്. അപ്പോൾ അതിൽ ഈ ബിന്നി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുള്ളിക്കാരിയുടെ ഗെയിമിങ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് കണ്ടത് ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം ബിന്നിയുടെ സ്വഭാവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ബിന്നിയുടെയും എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അതിനുശേഷം ബിന്നിക്ക് കുറച്ചും കൂടെ ഇളക്കം കൂടിയിട്ടുണ്ട്. അങ്ങനെ ബിന്നി ഈ പറയുന്ന ഷാനവാസിനെയും അതേപോലെ തന്നെ അനീഷിനെയും ജയിലിലാക്കിയ ഒരു സാഹചര്യത്തിൽ ബിന്നി അവിടെ ചെന്ന് മുതലെടുക്കാൻ നോക്കി. ബിന്നി പറയുകയുണ്ടായി, ഈ ജയിലിൽ നിന്ന് തുറന്നു വിടണമെന്നുണ്ടെങ്കിൽ ബിന്നി നല്ല ക്യാപ്റ്റൻസിയാണ്, ബിന്നിയുടെ നല്ല ക്യാപ്റ്റൻസിയാണ് നിങ്ങൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തുറന്നു വിടാമെന്ന് പറഞ്ഞു. ആണത്തവും ചുറിയുറുക്കും ഉള്ളവനായതുകൊണ്ട് ഷാനവാസ് പറഞ്ഞു പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ആ ബിന്നിയെ എടി പോടിയെന്ന് ബിന്നി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് മോശമായിട്ട് സംസാരിച്ചു തുടങ്ങി. അതിന് മറുപടിയായിട്ട് ഷാനവാസ് തിരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തൊരു കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുകയും ചെയ്തു. അതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്ന പോലെ ഇരിക്കുന്ന ലക്ഷ്മി വന്ന സമയത്ത് LGBTQ പറ്റി കുറ്റം പറയുകയും അതേപോലെ തന്നെ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുകയും അവരെ വലിയ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ലക്ഷ്മി പറഞ്ഞതായിരുന്നു ശരിയെന്നുള്ള രീതിയിൽ വരെ ഈ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്, ലക്ഷ്മിയുടെ വാദങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് രേണുസുതി പോയതിനു ശേഷം രേണുസുതി എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ വെറുതെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് വെറുതെ ഇരിക്കുകയാണ്, എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കും, ഒരു വിഗ്രഹം പോലെ, മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ജയറാം ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ഇരിപ്പാണ്. എന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം ചാടിക്കയറി ചെന്ന് നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ, അതായത് ചെറിയ സൂചി കയറ്റേണ്ടടുത്ത് വലിയ കമ്പിപ്പാര കയറ്റുന്ന രീതിയിലേക്ക് ആക്കി തീർക്കുകയും ചെയ്യുന്നതാണ് പുള്ളിക്കാരുടെ ഒരു മെയിൻ കഴിവ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഷാനവാസും അതേപോലെ അനീഷും ജയിലിൽ കിടക്കുമ്പോൾ ബിന്നി അവിടെ ചെന്ന് നിന്ന് താളം വിടുകയും ബിന്നിക്ക് നല്ല തിരിച്ച് കിടിലം മറുപടി ഷാനവാസ് കൊടുക്കുകയും ചെയ്തൊരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അതിന് പിന്നാലെ വന്നൊരു സംഭവമാണ്, ഈ ബിന്നിയുടെ ഭർത്താവായിട്ടുള്ള നൂബിൻ എന്ന് പറയുന്നവൻ ലൈവിൽ വന്നിട്ടുണ്ട്. അവന് ഭയങ്കര മെഴുകലും കരച്ചിലും ഒക്കെയാണ്. ഞാൻ അതൊക്കെ എന്തായാലും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിന്നി അവിടെ ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഞാനിങ്ങനെ പറയാം. അത് വീഡിയോ ആഡ് ചെയ്ത് ചിലപ്പോൾ ഒരുപക്ഷെ കോപ്പറേറ്റ് അടിക്കും. അത് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. കണ്ടതാണെങ്കിൽ ഞാൻ ആ ഒരു കാര്യം പറയാം. അതായത് ബിന്നി അവിടേക്ക് ചെല്ലുന്നു, ക്യാപ്റ്റൻസി നല്ല ക്യാപ്റ്റൻസി എന്ന് പറയുന്നു. അവിടെ ഷാനവാസ് തിരിച്ച് മറുപടി പറയുന്നു, പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് അതിലെ തുടർന്ന് സംഭവ വികാസങ്ങൾ, വാഗ്വാദങ്ങൾ ഉണ്ടാവുന്നു. ആ വാഗ്വാദങ്ങൾക്ക് പിന്നാലെ എടാ പോടാ എടി പോടി എന്നുള്ള വിളികൾ ഉണ്ടാവുന്നു. ആ വിളിയിൽ ഷാനവാസ് ലക്ഷ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ എടിയെന്ന് വിളിച്ചു. എടിയെന്ന് തന്നെ വിളിക്കരുത് ഷാനവാസ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയും തിരിച്ച് മറുപടി പറയുന്നു. ഷാനവാസ് വീണ്ടും എടിയെന്ന് വിളിക്കുന്നു. അതൊരു ചെറിയ തെറ്റായി പോയി. പുള്ളിക്കാരി അവിടെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഷാനവാസിനെ എടാ പോടാ ഒന്നും വിളിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഷാനവാസ് അവിടെ തിരിച്ച് മറുപടി പറഞ്ഞു. എന്നാൽ അതേസമയം ഈ ബിന്നിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ബിന്നിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഷാനവാസിന്റെ അടുത്ത്. ബിന്നി ആണുങ്ങളെയൊക്കെ ഒരുമാതിരി അടിമയാക്കാന്നുള്ള രീതിയിലുള്ള സംസാര രീതിയുമായിട്ട് മുന്നിലേക്ക് വന്നിട്ട് ഷാനവാസിനെ എടോ പോടോ താൻ പോടോ, തൻ്റെ വീട്ടിൽ പോയി പറയടോ, തൻ്റെ ഭാര്യയും മക്കളെ ഇങ്ങനെ ചെയ്യുന്നത് പോലെ, അല്ല അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പോലെ എൻ്റെ അടുത്ത് പറയാൻ വരരുതേ ഷാനവാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രായത്തിനെ പോലും മാനിക്കാതെ വലിയ പ്രഹസനമായിരുന്നു. ആ പ്രഹസനങ്ങൾക്കെല്ലാം മറുപടിയുമായിട്ട് ഷാനവാസ് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ഒരുത്തനുണ്ടല്ലോ അവനോട് പോയി പറയാനെന്നാണ്. ഇതിന് മുൻപ് ഷാനവാസ് ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, നിന്റെ വീട്ടിലെ പെൺകോന്തൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് പലതവണ പറഞ്ഞു എന്നാണ് ഈ നൂബിൻ എന്ന് പറയുന്നത്, അതായത് ബിന്നിയുടെ ഭർത്താവ് പറയുന്നത്. ഞാനെന്തായാലും ആ വീഡിയോ കണ്ടില്ല, മേ ബി ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ വീട്ടുകാരെ പറയുക എന്നുള്ളത് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള പല ആളുകളുടെയും വലിയൊരു പ്രവണതയാണ്. ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവർ പറയും നിന്റെ വീട്ടിൽ പോയി നീ പറഞ്ഞാൽ, നീ നിന്റെ വീട്ടിൽ കളിച്ചാൽ, നിന്റെ വീട്ടിൽ അവിടെ ഇവിടെ എന്നൊക്കെ പറയും. എന്നിട്ട് പറയും വീട്ടുകാരെ പറഞ്ഞതിൽ ഇവർക്ക് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമോ. അതിന്റെ പിന്നാലെ ലൈവായി, വിഷയങ്ങളായി, കരച്ചിലായി, മെഴുകലായി. ഈ ബിന്നിയുടെ വിഷയത്തിൽ നൂബിൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഷാനവാസിന്റെ അടുത്ത് വീട്ടിൽ പോയി പറയാൻ പറഞ്ഞ വീട്ടുകാരെ പറഞ്ഞതല്ല, നിങ്ങൾ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം ഇവിടെ കാണിക്കരുതെന്നാണ് പറഞ്ഞതെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാരെ വിളിച്ചതിന് തുല്യമല്ല എന്നാണ് നൂബിൻ പറയുന്നത്. ഇവനൊക്കെ ഏത് മരവാഴയാണോ എന്തോ, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെടാ നീ. അതിലൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. നീ ആ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് നീ പറ്റിയ ആൾ തന്നെയാണ്, നിന്റെ ഭാര്യയ്ക്ക് പറ്റിയ ആൾ തന്നെയാണ്. രണ്ടും ഒരേപോലെ തന്നെ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്റെ ഭാര്യയെ കഴിഞ്ഞിട്ടേ മറ്റൊരാളുള്ളൂ. അതിനോടൊപ്പം തന്നെ മെഴുകാൻ വേണ്ടിയിട്ട് ഭർത്താവും കൂടി ഇറങ്ങി വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. എനിക്ക് ശരിക്കും പറയാം വൃത്തികെട്ട പരിപാടി അത്ര ഇഷ്ടമുള്ളതല്ല. സമൂഹത്തിന് ഒരു തരത്തിൽ ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങളോ അല്ല സംഭാവനകളോ ഇവരാരും ചെയ്യുന്നൊരു കാര്യമല്ല. വൃത്തികെട്ട ഒരു പരിപാടി, വെറുതെ സമയം കളയാൻ വേണ്ടിയൊരു പരിപാടി. എന്നാൽ ബിഗ് ബോസിലേക്ക് മോഹൻലാൽ വരുമ്പോൾ കുറച്ച് ചീത്ത വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് കയറി കാണാറുണ്ട്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടൊരു വീഡിയോ മാത്രമാണ് ഞാൻ ഈ സൈഡിൽ അതിൻ്റെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണിത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന നൂബിൻ ലൈവ് വന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഷാനവാസിനുള്ള മറുപടിയുമായിട്ടാണ് നൂബിൻ വന്നിരിക്കുന്നത്. പെൺകോന്തൻ നല്ല പേര് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിൻ്റെ വീട്ടുകാരെ, ഷാനവാസിൻ്റെ അമ്മയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നൂബിൻ വന്നിരിക്കുന്നത്. ഈ പുറത്തേക്ക് ഇറങ്ങി വേണം നിനക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് അണ്ണ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ പറയുന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം.
ഇപ്പം എന്ന് വെച്ചാൽ ഈ PR വർക്കിൻ്റെ എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ഒരു സമയമാണ്. ഈ PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ആ കാശിന് വേണ്ടി അവർ മേടിച്ച കാശിന് കൂറ് കാണിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടി പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം അവരൊരു പരിധി കൂടുതലാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ ഇത് അവർ ഇങ്ങനെ വേറെ ആൾക്കാരെയൊക്കെ ചീത്ത വിളിച്ചിട്ട് അവർക്ക് ചിലപ്പം അതുകൊണ്ടാണല്ലോ വേറെ ആൾക്കാരെ ചീത്ത വിളിച്ചിട്ട് എന്നെന്ന് മാത്രമല്ല കേട്ടോ, ഒത്തിരി ആൾക്കാർ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ, എന്നിട്ടാണല്ലോ ആ പൈസ മേടിച്ചിട്ടാണല്ലോ ഇവന്മാർ ഇവരുടെ വീട്ടിലെ കുട്ടികൾക്കും അപ്പനും അമ്മമാർക്കൊക്കെ ഭക്ഷണവും എല്ലാ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതെന്താണ്, നന്നായാൽ മതി, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ 2 ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തെന്ന് ഇങ്ങനെ ഒരു 50 തവണയല്ല അതീ കൂടുതൽ വിളിച്ചു. അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന്. ബിന്നി എന്താണ് പറഞ്ഞത്? ബിന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസെ നീ നിൻ്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത്, അതിലെന്താണ് കുറ്റം? ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരും. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഞാനൊരു PR വർക്കും ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളുടെയും PR ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ഇതേപോലെ തന്നെ കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരുടെയും PR ഒന്നുമല്ല, ഞങ്ങൾ ആരുടെയും PR മേടിച്ച് ചെയ്യുന്നതല്ല, ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഭാര്യ അത്ര ശരിയല്ല, നിങ്ങളുടെ ഭാര്യയുടെ വായ അത്ര ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും പറയാം, നൂബിനെ നിങ്ങളുടെ ഭാര്യയുടെ വായ അത്ര ശരിയല്ല, സംസാര രീതി ശരിയല്ല. നിങ്ങൾക്കിടയിൽ നിങ്ങൾ അങ്ങനെ പോടാ ബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെ മറ്റുള്ള ആണുങ്ങളെ കാണുമ്പോഴും അതേ രീതിയിൽ പെരുമാറണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതി അത്ര നല്ല പരിപാടിയൊന്നുമല്ല. ആണുങ്ങളുടെ കൈയുടെ ചൂടറിയുമ്പോൾ അത് മാറുമെന്നുള്ളതാണ്. നീ ഇങ്ങനെ പൊന്നേ കരളെന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചുകൊണ്ട് വലിയ രീതിയിൽ അങ്ങ് മെഴുകിക്കൊണ്ട് നടക്കും. എന്നാൽ ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത് നിൻ്റെ അടുത്ത് കാണിക്കുന്ന അതേ സ്വഭാവമാണ്. ആണുങ്ങളെല്ലാം വെറും വാഴകളാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു ചിന്താഗതി നിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ മാറ്റി കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരുടെ കൈയുടെ ചൂട് ബിന്നി അറിയേണ്ടി വരും, അല്ലെങ്കിൽ ബിന്നി അറിയും. കാരണം ഇങ്ങനത്തെയൊക്കെ പരിപാടിയായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എങ്ങനെ പിടിച്ചിരിക്കുന്നത്, ഞാനൊക്കെയാണ് എൻ്റെ കൺട്രോൾ വിടും. ഇതെങ്ങനെ അവിടെ ഷാനവാസിനെ പോലുള്ളൊരു വ്യക്തി, ഇത് ഗെയിമാണ്, ശരിയാണ്, സംഭവിച്ചു. പക്ഷേ ഇത്രയും പ്രൊവോക്കിംഗ് ആയിട്ട് ഇത്രയും ഇൻട്രപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഒരാൾ വന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതലൊക്കെ പോകുമ്പോഴേ നമ്മുടെയും കയ്യിൽ നിന്നൊക്കെ പോവല്ലേ. അതുപോലെയുള്ള സംഭവം തന്നെ ഇവിടെ സംഭവിക്കുള്ളൂ. എന്തായാലും ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടും അദ്ദേഹം അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ബിന്നിക്ക് നല്ല കരച്ചിലാണ്, ഉള്ളിൽ കരയുന്നത്, അമ്മാതിരി കരഞ്ഞ് മെഴുകലാണ്. ആ മെഴുകൽ കണ്ടിട്ടായിരിക്കണം ഒരുപക്ഷെ നൂബിന് വിഷമമായത് നൂബിൻ ലൈവ് വന്നത്. ബാക്കി കേട്ട് നോക്കാം. അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയുന്നതെന്നാ പറഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ. അവൻ ഈ പെൺകൊന്തെന്ന് വിളിക്കുക എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ല കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മുതലേ എൻ്റെ വീട്ടിൽ, അയ്യോടാ പാവം, വീട്ടിൽ പറയുന്നത് പോലെ പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കാണുന്നവരാരും അമ്മമാരും പെങ്ങന്മാരും ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞോളൂ. അത് വീട്ടുകാരെ വിളിച്ചതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഈ സിനിമയിലെ കാണിക്കത്തില്ലേ, ജീവിച്ചിരിക്കുന്നവരായിട്ടോ മരിച്ചവരായിട്ടോ യാതൊരുവിധ കഥയിലോ കഥാപാത്രങ്ങൾക്കോ ഒരു ബന്ധമില്ലെന്ന് എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. എന്നാൽ പിന്നെ എന്തിനാണ് വീട്ടുകാരെ പറയുന്നത്? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് വല്ലതും പറയുന്ന പോലെ അവിടെ പറഞ്ഞാൽ പോലെ എന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ പോരെ. ഇത് പറഞ്ഞത് ഡയറക്റ്റ്ലി പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്ന സംസ്കാരം നിങ്ങൾ അവിടെ കാണിച്ചാൽ അത് എൻ്റെ അടുത്ത് കാണിക്കരുതെന്നാണ്. എന്തൊരു ചെറുക്കനാണ് നീ, മൂക്കിന് താഴെ മീശയും വെച്ചുകൊണ്ട് സ്വന്തം പെണ്ണുമ്പിള്ള ഏത് തെറ്റിനെ വലിയ മെഴുകാനായിട്ട് ന്യായീകരിക്കാനൊക്കെ വന്നിരിക്കുന്നതാണോ ഇല്ലേ? ബാക്കി കേട്ട് നോക്കാം. അവൻ അങ്ങനെയായിരിക്കും. അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത്. ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കിയെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. അപ്പം അങ്ങനത്തെ എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ പെൺകോന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും. കാരണം അത് അവൻ്റെ കൾച്ചർ, അവൻ്റെ കൾച്ചർ കാണിച്ചു, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെൺപിള്ളാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവൻ്റെ മാന്യമായുള്ള അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഷാനവാസ് എങ്ങനെയാണ് പെൺപിള്ളാരോട് പെരുമാറുന്നത്. അപ്പോൾ അവൻ്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും. എനിക്ക് അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടി കുറേ പേര്, അത് ഒരു 95% PR-ൻ്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നീ നിൻ്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും, അപ്പനോട് കാണിക്കില്ലായിരിക്കും, അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം ഒക്കെ നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ ഇത് ഷാനവാസിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത്. കാരണം ഈ പെൺപിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം, മനസ്സിലായി? അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത്. ഇത് തന്നെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം. അതൊക്കെ നല്ലത് തന്നെയാണ്. സ്വന്തം ഭാര്യയെ സഹായിക്കുക, വീട്ടിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് നല്ല പ്രവൃത്തി തന്നെ, അതിനെ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ ഷാനവാസ് അവിടെ ചെയ്തത് തെറ്റാണ്. ഷാനവാസ് അങ്ങനെ പറയാൻ പാടില്ല, എന്നെ പെൺകോന്തനെന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? ആ പെണ്ണ് അവിടെ പോയി കിടന്നുകൊണ്ട് കാണിക്കുന്ന നാശങ്ങൾ അല്ലെ നാടകങ്ങൾ, അതിനെയൊക്കെ വലിച്ചു കയറാനായിട്ട് ഷാനവാസിനെ പോലെ ആണൊരുത്തം മതി. ഷാനവാസിനെ പോലെ ഒരു മനുഷ്യൻ അല്ലെ ഒരു ആൺകുട്ടി അദ്ദേഹം ആരുടെയും മുൻപിൽ അടിയറ വെക്കുന്ന ഒരു മനുഷ്യനല്ല. നിന്റെ വീട്ടിൽ പോയി പറയടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി കൊടുക്കാനുള്ള അവകാശം അതെല്ലാവർക്കും ഉണ്ട്. അതിപ്പം
ബിന്നി പറഞ്ഞപ്പോൾ ബിന്നിക്കെതിരെ തിരിച്ച് പറഞ്ഞതാണ് നിന്റെ വിഷമമെങ്കിൽ ബിന്നി പറഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർക്ക് എന്ത് വിഷമം ഉണ്ടായിരിക്കും? അവരുടെ മര്യാദയും അവരുടെ മാനേഴ്സും കൊണ്ട് അവർ വീഡിയോ ഇതുപോലെ ലൈവിലൊന്നും വന്നിട്ടില്ല. അവർ മര്യാദയ്ക്ക് അവർ വീട്ടിലിരുന്നുകൊണ്ട് ഈ വീഡിയോ എല്ലാം കാണുന്നത് ഒരു ഗെയിമായിട്ട് കാണുന്നത്. എന്നാൽ നിനക്കോ സ്വന്തം ഭാര്യയെ വേറൊരാൾ പറഞ്ഞല്ലേ നിന്നെപ്പറ്റി പെൺകോന്നനെന്ന് പറയുമ്പോൾ നിനക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭാര്യയുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതല്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും അത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്തു പോയത്. കാരണം സ്വന്തം ഭാര്യ തെറ്റ് ചെയ്തിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് വേറൊരു ആണിനെ കുറ്റം പറയാനും അവൻ്റെ ഫാമിലിയെ ഇതിലേക്ക് വലിച്ചഴയ്ക്കാനും അവനെ ഒരുമാതിരി മോശമായിട്ട് ചിത്രീകരിക്കാനും ശ്രമിക്കുന്ന വൃത്തികെട്ട പരിപാടി. അതിനെ PR വർക്ക് ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയും. പക്ഷേ ഇതൊന്നും ഒരു PR വർക്കല്ല. ഈ വീഡിയോ കാണുന്നവരും കമൻറ്റ് ഇടുന്നവരും എല്ലാം ഇവരൊന്നും PR വാങ്ങി ചെയ്യുന്നൊന്നുമല്ല. ഇവരെല്ലാം ഇവരുടെയൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാത്തിനെയും ഇങ്ങനെ PR മേടിച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താണ് ന്യൂവിനെ ഉള്ളത്? എന്തായാലും 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് പാതി വരെ ഈ പുള്ളിക്കാരി പോകുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇമാതിരി പരിപാടി കൊണ്ട് പോയി കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് ഷാനവാസിന്റെ മുൻപിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആട്ടി തുപ്പിവിടും. ഷാനവാസിന്റെ മുന്നിൽ ഒരു ഫെമിനാസികളുടെയും പരിപാടി നടക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എന്ത് തന്നെയാണെങ്കിൽ ഇതിനുള്ള മറുപടിയായിട്ട് ഇനി ഉടനെ ലാലേട്ടൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ബിന്നിയുടെയൊക്കെ പരിപാടിക്ക് മെഴുകാനായിട്ട് കെട്ടിയവനൊക്കെ വരുന്നൊരവസ്ഥയാണല്ലേ.